തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായിട്ട് വീണ്ടും യേശുവിനെ പ്രഘോഷിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ കർത്താവ് തന്ന കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 22 അധ്യായം 17 വാക്യം. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത് പരിശുദ്ധാത്മ നദിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ നദിയെ കാണാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ നദി, പരിശുദ്ധാത്മാവാകുന്ന ജീവജലം, ജീവനുള്ള വെള്ളം. യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവിടെ കർത്താവായ യേശുക്രിസ്തു എല്ലാവരും ക്ഷണിക്കുകയാണ്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ദൈവപുത്രൻ പറയുന്നത്. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണമെന്നാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്. നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട് പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കണം. ഈ പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ ദൈവത്തിനായിട്ടുള്ള ദാഹം, ദൈവ സാന്നിധ്യത്തിനായിട്ടുള്ള താല്പര്യം വരികയുള്ളൂ. ഈ പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ഈ പരിശുദ്ധാത്മാവിന് വ്യാപാരമുണ്ടെങ്കിൽ മാത്രമേ കൂട്ടായ്മ വളരുകയുള്ളൂ. ഈ പരിശുദ്ധാത്മാവിന് വ്യാപാരമുണ്ടെങ്കിൽ മാത്രമേ പാപങ്ങളെല്ലാം തെറിച്ചു പോവുകയുള്ളൂ. ഈ പരിശുദ്ധാത്മാവിന് വ്യാപാരമുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനിലേക്ക് വരലുമുണ്ട്. പരിശുദ്ധാത്മാവ് വന്നാൽ, ഒരു മനുഷ്യനിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ വ്യാപരിച്ചാൽ ദൈവോത്തരം പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുക. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങൾ ഓർമ്മപ്പെടുത്തും. യേശു ചെയ്തതായ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തും. അങ്ങനെ വിശ്വാസം വർദ്ധിച്ചു വരുവാൻ കാരണമാകും. കർത്താവ് പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും മാത്രമേ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകിയുള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം ഉണ്ടാകുമെന്ന്. ആർക്കാണത് വേണ്ടത്? അത് വേണമെങ്കിൽ, പരിശുദ്ധാത്മാവിന് വ്യാപാരം വേണമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവാഹം വേണമെങ്കിൽ, പരിശുദ്ധാത്മ ശക്തി വേണമെങ്കിൽ, പരിശുദ്ധാത്മാവ് തരുന്നതായ ധൈര്യം വേണമെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് വചനം പ്രഘോഷിക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയണമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം കൊണ്ട് പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിലായാലും നിങ്ങളുടെ കൂട്ടായ്മയിലായാലും നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയായാലും ദൈവത്തിൻ്റെ സാന്നിധ്യം വരണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട്ടുള്ള ദാഹം വേണം. ഇന്ന് അനേകർക്ക് ഈ ദാഹം നഷ്ടപ്പെട്ടു പോയി. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമില്ലാതെയും പ്രസംഗിക്കാം, നല്ല വാക്ചാതുര്യത്തോടുകൂടി പ്രസംഗിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ് ഉള്ള ദൈവമക്കൾക്ക് അറിയാം ഇത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണോ ഇല്ലയോ എന്നുള്ളത്. പരിശുദ്ധാത്മ വ്യാപാരമില്ലാതെയും പാട്ടുകൾ പാടാം. നോക്കൂ, ആത്മീയ മണ്ഡലത്തിലേക്ക് നോക്കൂ. പരിശുദ്ധാത്മാവില്ലാതെ എത്രയോ ശുശ്രൂഷകൾ നാം കാണുന്നു. എന്നാൽ ദൈവം പിടിക്കുന്നൊരു ദിവസമുണ്ട്. അന്ത്യ ന്യായവിധിയുടെ മുമ്പാകെ നിൽക്കുമ്പോൾ മരം കൊണ്ടും പുല്ലുകൊണ്ടും വൈക്കോലുകൊണ്ടും പണിതെല്ലാം കത്തിപ്പോകുമെന്നാണ് വചനം പറയുന്നത്. എന്നാൽ വിലയേറെ കല്ലുകൊണ്ടും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും പണിതാണെങ്കിൽ പ്രശംസ കിട്ടും, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് അംഗീകാരം കിട്ടും, വാടാത്ത കിരീടം കിട്ടും. എന്നാൽ മരം കൊണ്ട് പണിയുന്ന വേലക്കാരുണ്ട്, പുല്ലുകൊണ്ടും വൈക്കോലുകൊണ്ടും പണിയുന്ന വേലക്കാരുണ്ട്. ഉള്ളിൽ ആത്മാർത്ഥതയില്ലാതെ ഉദാസീനതയോടെ ദൈവവേലയിൽ ശപിക്കപ്പെട്ടവരെന്ന് വചനം പറയുന്നുണ്ട്. ഉദാസീനതയോടെ, ആത്മാർത്ഥതയില്ലാതെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ സുവിശേഷ വേല ചെയ്യുന്നവരുണ്ട്. നാം അങ്ങനെയാണോ? നാം പരിശോധിക്കണം. എൻ്റെ കുറ്റങ്ങളിലേക്ക് നോക്കിക്കൊണ്ടാണ്, എൻ്റെ കുറവുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളെ ഭരിക്കാൻ വരികയാണെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചേക്കരുതേ. ഒരു എളിയ സഹോദരനായിട്ട്, നിങ്ങളിലൊരുവനായിട്ട് നിന്നുകൊണ്ട് ദൈവം തന്ന ആലോചനകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ നാം കാത്തിരിക്കണം. വാങ്ങിപ്പോയ വിശുദ്ധനായ ഒരു ദേവദാസൻ, ബഹുമാനപ്പെട്ട എൻ്റെ ആത്മീയ ഗുരുവായ ബഹുമാനപ്പെട്ട യോഹന്നാൻ സാറ്,
ഒരിക്കൽ പറഞ്ഞു, നമ്മുടെ കൂട്ടായ്മയിൽ ആത്മീയ ഉണർവുണ്ടാകാൻ പോവുകയാണ് എന്ന്. ഇത് പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരെ പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും കാത്തിരിക്കണം. ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ഉണർവുണ്ടാകും, വലിയൊരു ഉണർവുണ്ടാകും. എന്ത് ചെയ്യണം? നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം, കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. അവർ കാത്തിരുന്നപ്പോൾ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ല, പോരായ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ല, തങ്ങളെ തന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നില്ല, തങ്ങൾ പണ്ട് കാലങ്ങളിൽ ചെയ്തതായ വീരോചിതമായ കാര്യങ്ങളെല്ലാം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ല. അവർ ഏങ്ങലടിച്ച് കരയുകയായിരുന്നു. കർത്താവേ, ഞങ്ങളെ സെലക്ട് ചെയ്യുവാൻ ഞങ്ങൾ എന്ത് യോഗ്യതയുള്ളവർ? ജ്ഞാനികളില്ലാത്തതുകൊണ്ടാണോ? ബലവാന്മാർ ഇല്ലാത്തതുകൊണ്ടാണോ? എങ്ങനെയാണ് എൻ്റെ കുടുംബത്തിൽ ഈ നറുക്കുവന്ന് വീണത്? അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തലന്മാരും പ്രവാചകന്മാരും ചെയ്തതായ സുവിശേഷ വേലയുടെ ഒരു ഭാഗമാകുവാൻ ഞങ്ങൾക്ക് എങ്ങനെയാണ് അവസരം കിട്ടിയത്? ദൈവത്തിനെക്കുറിച്ച് മിണ്ടാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ലല്ലോ. ഏറ്റവും ശക്തനായ പ്രവാചകന്മാർ, ശ്രേഷ്ഠനായ പ്രവാചകനായ യോഹന്നാൻ സ്നാപകൻ പോലും പറഞ്ഞല്ലോ, കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാനുള്ള യോഗ്യത എനിക്കില്ല എന്ന്. ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നേ ഉള്ളൂ, എന്നാൽ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, എന്നെക്കാൾ ബലവാനാണവൻ. ആത്മസ്നാനവും അഗ്നിസ്നാനവും അവൻ്റെ കയ്യിലുണ്ട്. അത് ആർക്കും എടുക്കാൻ പറ്റുകയില്ല, അതൊരു പ്രവാചകനും കിട്ടുകയില്ല. ആത്മസ്നാനവും അഗ്നിസ്നാനവും തരുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുവാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത്. ദൈവപുത്രനിൽ വിശ്വാസമില്ലാതെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയില്ല. ദൈവപുത്രനെ അംഗീകരിക്കാതെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറ്റുകയില്ല. ദൈവപുത്രൻ എന്ന രക്ഷകനായ യേശുവിനെ സ്വന്തമാക്കാതെ, രക്ഷ സ്വന്തമാക്കാതെ പരിശുദ്ധാത്മാവ് വരികയില്ല. സഹോദരന്മാരെ, നിങ്ങൾ രക്ഷ സ്വന്തമാക്കി വരൂ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട വരൂ. ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ പണ്ട് നിങ്ങൾക്ക് അലർജി ആയിരുന്നില്ലേ? ഇപ്പോൾ അലർജി ഉണ്ടോ? മാനസാന്തരം, വീണ്ടും ജനനം, ബോൺ അഗെയിൻ, പുതിയ സൃഷ്ടി എന്നെല്ലാം പറയുമ്പോൾ അറപ്പുള്ളവരുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കർത്താവ് നിങ്ങളെ അറപ്പുള്ളവനായിട്ട് എണ്ണും. കർത്താവിന് അറപ്പായിരിക്കും. ഇവിടെ വെച്ച് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നിങ്ങളെയും തള്ളിക്കളയും. ഇവിടെ വെച്ച് നാം ലജ്ജിച്ചാൽ അവിടെ ക്രിസ്തു നമ്മളെക്കുറിച്ച് പറയാൻ ലജ്ജിക്കും. രക്ഷിക്കപ്പെട്ടവരാണോ നിങ്ങൾ? രക്ഷകനെ സ്വന്തമാക്കിയവരാണോ നിങ്ങൾ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ അരുമകുമാരനായ യേശു ക്രിസ്തു പ്രാണൻ വെടിഞ്ഞത് കുരിശിൽ എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അവൻ്റെ ശരീരം ഛിന്ന ഭിന്നമായി പോയത് അവൻ തെറ്റ് ചെയ്തിട്ടല്ല, മറിച്ച് എൻ്റെ പാപങ്ങൾ മൂലമാണ് അവൻ ക്രൂശിക്കപ്പെട്ടത് എന്നുള്ള വിശ്വാസം വന്ന സഹോദര. എന്നിട്ട് എന്തുകൊണ്ടാണ് വീണ്ടും പാപത്തിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് വീണ്ടും അശുദ്ധിയിലേക്ക് പോകുന്നത്? നിങ്ങളുടെ ശരീരം മ്ലേച്ഛതകളിലേക്ക് വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് ഭയമില്ലേ? നിങ്ങൾക്ക് വേണ്ടി അടികൊണ്ടവൻ, നിങ്ങൾക്ക് വേണ്ടി നിന്നേറ്റവൻ, നിങ്ങൾക്ക് വേണ്ടി പീഡയേറ്റവൻ, നിങ്ങളുടെ സകല പാപത്തിനും പരിഹാരം വരുത്തി കുരിശിന്മേൽ കിടന്ന് പെടഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അവനെ മറന്ന് പാപത്തിലേക്ക് പോകുന്നു? പാപത്തിനായിട്ടുള്ള ദാഹമാണ് ഇന്ന് അനേകർക്കും. ദൈവ സാന്നിധ്യത്തിനായിട്ടുള്ള ദാഹമില്ല. സങ്കീർത്തനക്കാരനായ കോരഹപുത്രന്മാർ പറഞ്ഞു, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഞാൻ ദാഹിക്കുന്നു, ദൈവത്തിനായിട്ട് തന്നെ ദാഹിക്കുന്നു എന്ന്. ആ ദാഹം നമ്മളിൽ വരണം. കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ദാഹിക്കണം. കർത്താവ് എന്നിൽ പ്രവർത്തിക്കാൻ വേണ്ടി ദാഹിക്കണം. കർത്താവിൻ്റെ ആത്മാവ് എന്നിൽ വന്ന് ഇറങ്ങാൻ വേണ്ടി ദാഹിക്കണം. ഞാൻ ഏത് ശുശ്രൂഷ ചെയ്യാലും അത് ദൈവാത്മാവിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ദാഹിക്കണം. ഇല്ലെങ്കിൽ ശിക്ഷയുണ്ട്, ഇല്ലെങ്കിൽ അത് പാപമാണ്. കർത്താവ് പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. യേശുവിൻ്റെ അടുക്കൽ എത്രയോ പേര് വന്നവർക്കെല്ലാം ദാഹം മാറിയോ? ദാഹിച്ചു വന്നവർക്ക് ദാഹം മാറി. ദാഹിച്ചു വന്നവർക്ക് ഒരു ആത്മീയ ദാഹം, ദൈവസാന്നിധ്യത്തിന് വേണ്ടിയിട്ട് ദാഹമുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പക്ഷേ ആ വ്യക്തിക്ക് ആത്മീയ ദാഹം ഉള്ളതുപോലെ തന്നെ ലോകത്തോടുള്ള ദാഹമുണ്ട്, ലോകസ്നേഹത്തോടുള്ള ദാഹമുണ്ട്, ജഡമോഹങ്ങളോടുള്ള ദാഹമുണ്ട്, ജഡീക ഉല്ലാസങ്ങളുടെ അടിമയായിട്ട് ജീവിച്ചൊരു വ്യക്തി ഉണ്ടാകും വേദപുസ്തകത്തിൽ. അത് വളരെ മനോഹരമായൊരു ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവിടെ ആ വ്യക്തിയെ കാണാൻ പറ്റും. വളരെ അതിശയകരമായൊരു മാറ്റം നടക്കുന്നത് കാണാൻ പറ്റും. രക്ഷകനാണെന്ന് പോലും അറിയാതെ യേശുക്രിസ്തുവുമായിട്ട് ആ വ്യക്തി കണ്ടുമുട്ടുകയാണ്. ആ വ്യക്തി യേശുക്രിസ്തുവിനോട് ആത്മീയം സംസാരിക്കുകയാണ്. പിതാക്കന്മാരുടെ പാരമ്പര്യത്തെക്കുറിച്ചെല്ലാം പറയുകയാണ്. ഞങ്ങൾ ഇത്രയും കാലം ദാഹം മാറ്റിയിരുന്നത് യാക്കോബിൻ്റെ കിണറ്റിലെ വെള്ളം കുടിച്ചാണ് ദാഹം മാറ്റിയിരിക്കുന്നത്. പിതാക്കന്മാരുടെ പാരമ്പര്യം,
പിതാക്കന്മാരുടെ പാരമ്പര്യത്തെക്കുറിച്ച് വാചാലയാകുന്ന ഒരു സ്ത്രീയെ അവിടെ കാണാൻ പറ്റുകയാണ്. ആചാര അനുഷ്ഠാനങ്ങളുടെ പിന്നാലെ പോകുന്നവർക്ക് ആ സ്ത്രീ ഒരു മാതൃകയാണ്. വായിക്കാം 4 മുതലുള്ള വാക്യം. അവൻ ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമര്യ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസേപ്പിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. ഒരു ശമര്യ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. നോക്കണേ, നട്ടുച്ച സമയം സുഗാർ കിണറ്റിനരികിൽ കർത്താവ് വഴി നടന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ ശരീരത്തിൽ ദാഹമുണ്ട്, ഈ വെള്ളത്തിനായിട്ടുള്ള ദാഹമുണ്ട്, ശരീരത്തിൻ്റെ ദാഹം. എന്നാൽ ഇനി പറയാൻ പോകുന്ന മുഴുവനും ആത്മാവിൻ്റെ ദാഹത്തെക്കുറിച്ചാണ്. വായിക്കാം. ഒരു ശമര്യ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമര്യ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ആ ശമര്യക്കാരി സ്ത്രീ പറയുകയാണ്, നിനക്ക് തീണ്ടലില്ലേ? ഞാനൊരു താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയല്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. ശമര്യക്കാരിയല്ലേ എന്ന്. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല എന്നവിടെ പറയുന്നുണ്ട്. കാരണം ഈ ശമര്യർ ജാതികളുമായിട്ട് ഇടകലർന്ന് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ യഹൂദന്മാർക്ക് അവരെ അറപ്പാണ്, വെറുപ്പാണ്. ശമര്യയിൽ കൂടി പോലും ആരും സഞ്ചരിക്കുകയില്ല. കഴിയുന്നുണ്ടെങ്കിൽ ആ വഴി ഒഴിവാക്കാൻ നോക്കും. പക്ഷേ ഇവിടെ പറയുകയാണ്, യേശുവിനെ ശമരി വഴി കടന്ന് പോകേണ്ടതായിട്ട് വന്നു. അവൻ ശമരിയിൽ കൂടി കടന്ന് പോകേണ്ടതായിട്ട് വന്നു എന്നാണ് അവിടെ പറയുന്നത്. യാദൃശ്ചികമായിട്ട് പോയതുപോലെയാണ് പറയുന്നത്, താല്പര്യമില്ലാതെ പോയതുപോലെയാണ് പറയുന്നത്. പക്ഷേ നിത്യനായ ദൈവത്തിൻ്റെ പുത്രൻ്റെ കാര്യപരിപാടിയിൽ ഈ സംഭവം എല്ലാം നേരത്തെ പെട്ടതാണ്. അവിടെ നട്ടുച്ചയ്ക്കൊരു സ്ത്രീ വരുമെന്നും അവൾ പല മലകളിൽ ആരാധിക്കുന്ന താല്പര്യമുള്ള സ്ത്രീയാണെന്നും യാക്കോബിൻ്റെ കിണറ്റിലെ വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിച്ച് ദൈവസാന്നിധ്യം ഉണ്ടാക്കാൻ നോക്കുന്നവളാണ് എന്നെല്ലാം യേശുവിനറിയാം. അവളുടെ പൊട്ടത്തരമായ, അവളുടെ ഭോഷത്തരമായ ആത്മീയത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് കർത്താവ് ഈ സംഭവം മുഖാന്തരമാക്കുകയാണ്. ദൈവത്തിന് മഹത്വം. നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എന്ത്? ഒരു കർഷകനായ ഒരു വൃദ്ധൻ അദ്ദേഹത്തിൻ്റെ കുടിലിന് മുമ്പിലിരിക്കുകയാണ്. അദ്ദേഹം ചണനൂൽ കൊണ്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ദൂരത്തേക്ക് നോക്കിയപ്പോൾ ഒരു തേജോമയനായ നല്ല പ്രകാശമുള്ള മുഖമുള്ള ഒരു സന്യാസി വരുന്നു. അദ്ദേഹം, ഈ വൃദ്ധൻ, ഈ കർഷകൻ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൈതന്യമുള്ള മുഖം, ആത്മ തേജസ്സുള്ള മുഖം. ആ സന്യാസി അടുത്തു വന്നു. അപ്പോൾ ഈ വൃദ്ധൻ അല്പം പരിഭ്രമിച്ചുകൊണ്ട് വേഗം ചാടി എഴുന്നേറ്റു. ആ സന്യാസി ചോദിച്ചു, എനിക്ക് കുടിപ്പാൻ അല്പം വെള്ളം തരാമോ? നല്ലതുപോലെ ദാഹമുണ്ട്. അനേക ദൂരം വഴി നടന്നിട്ട് വരികയാണ്. ഈ വൃദ്ധൻ ഒന്നും പറയുന്നില്ല. അവൻ എന്തോ പരിഭ്രമിച്ച് നിൽക്കുകയാണ്, എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. അപ്പോൾ സന്യാസി ചോദിച്ചു, വീണ്ടും കേട്ടില്ല എന്ന് വിചാരിച്ച്, മനസ്സിലായില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ചോദിച്ചു, എനിക്ക് അല്പം വെള്ളം വേണം, വെള്ളം തരാമോ? ആ വൃദ്ധനൊന്നും പറയുന്നില്ല. അപ്പോൾ സന്യാസി പറഞ്ഞു, താല്പര്യമില്ലെങ്കിൽ ഞാൻ പോവുകയാണ്. അപ്പോൾ ആ വൃദ്ധൻ പേടിച്ച് വിക്കി പറഞ്ഞു, അങ്ങുന്നേ, ഞാൻ ഒരു താഴ്ന്ന ജാതിക്കാരനാണ്, ഞാൻ തരുന്ന വെള്ളം അങ്ങ് കുടിക്കുമോ? അപ്പോൾ സന്യാസി ഉറക്കെ ചിരിച്ചു. നീ വെള്ളം തന്നാൽ കുടിക്കുമെന്ന് മാത്രമല്ല, നീ ഭക്ഷണം തരികയാണെങ്കിൽ അത് ഞാൻ കഴിച്ചിട്ടേ പോവുകയുള്ളൂ എന്ന്. എന്നിട്ട് ആ വൃദ്ധനോട് പറഞ്ഞു, നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. മനുഷ്യരാണ് ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, കറുത്തവൻ, വെളുത്തവൻ. മനുഷ്യർക്ക് ഈ വേർതിരിവെല്ലാം ഉള്ളൂ, സ്ഥാനമാനങ്ങൾ. ദൈവം എല്ലാ മനുഷ്യരെയും ഒരുപോലെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന് മുമ്പാകെ നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് എന്ന്. ആ സ്വാമിയുടെ പേര് വിവേകാനന്ദൻ എന്നാണ്, സ്വാമി വിവേകാനന്ദൻ. ദൈവത്തിന് മഹത്വം. ഞാനിത് പറഞ്ഞത്, ഈ ശമര്യക്കാരൻ സ്ത്രീ പറയുകയാണ്, യഹൂദനായ അങ്ങ് എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നു. അവിടെ യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് യഹൂദൻ എന്നാണ്. അല്പം കഴിയുമ്പോൾ വ്യത്യാസം വരുന്നത് നിങ്ങൾക്ക് കാണാം. യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വ്യത്യാസം വരും. പ്രാകൃതരായിക്കൊണ്ടായിരിക്കും നമ്മൾ ആദ്യം വരുന്നത്. ദൈവത്തിന് മഹത്വം. ലൗകികന്മാരായിക്കൊണ്ടായിരിക്കും ആദ്യം വരുന്നത്. ഇതൊക്കെ എനിക്ക് സാധിക്കുമോ എന്നായിരിക്കും ചിന്ത. പക്ഷേ പ്രിയമുള്ളവരെ, നിങ്ങൾ മുടങ്ങാതെ വചനത്തിൻ്റെ മുമ്പാകെ വന്നാൽ ഒരു അത്ഭുതം നടക്കും. നിങ്ങളുടെ ജീവിതത്തിലൊരു അത്ഭുതം നടക്കും.
നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വീണ്ടും ജനിച്ച മക്കളായിട്ട് മാറും. നിങ്ങൾ പോലും അറിയാതെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിന് മുമ്പാകെ വന്നാൽ സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത് എന്ന വചനം പറയുന്നുണ്ട്. എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഇന്ന് അനേകരും സഭായോഗങ്ങൾ മുടക്കുകയാണ്. നിങ്ങൾ കൂട്ടായ്മ മുടക്കല്ലേ. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമുള്ളിടത്ത് വന്നാൽ നിങ്ങൾ ഇപ്പോൾ തോൽക്കുന്നതായ ചില പാപങ്ങളുണ്ട്. എന്തിനും വിമർശിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. നിങ്ങളുടെ സ്വഭാവം നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളെ കേൾക്കുന്നവർക്കറിയാം. നിങ്ങളുടെ വിമർശനങ്ങളും നിങ്ങളുടെ ചില വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ ഇവൻ്റെ ആത്മീയൻ പോലും അല്ലല്ലോ എന്ന് ചിന്തിക്കും. പല കാര്യങ്ങളിലും ചോദ്യം ചെയ്യുകയാണ്. ഞാനിത് പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഒരു കാലത്ത് കൂട്ടായ്മയിൽ ഉണ്ടായവർ ഇന്ന് പല പേരുകൾ പറഞ്ഞ് പല വിഷയങ്ങളെല്ലാം പറഞ്ഞ് മാറി നിൽക്കുന്നവർ, പിന്മാറിപ്പോയവർ, പല ഭിന്നതയിൽ നടക്കുന്നവർ, ഇവരുടെ എല്ലാം സംസാരിക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ഒരു കണികയില്ലല്ലോ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു അധ്യായം തന്നെയുണ്ട്. അതൊന്ന് വായിച്ച് കാണാതെ പഠിക്കുന്നതെല്ലാം നല്ലതാണ് പ്രിയമുള്ളവരെ. സ്നേഹമെല്ലാം പൊറുക്കുന്നു, സ്നേഹമെല്ലാം ക്ഷമിക്കുന്നു എന്നുള്ള വചനം, ആ വാക്കുകളെല്ലാം വായിക്കുമ്പോൾ ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ അവസ്ഥ എന്താണെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ആളുകളെ നോക്കി സംസാരിക്കും, അവരുടെ നിലയെല്ലാം വിലയെല്ലാം നോക്കി സംസാരിക്കും. ഒരേപോലെ കാണാൻ സാധിക്കുന്നുണ്ടോ? കൂട്ടായ്മയിൽ വരുന്ന എല്ലാ മക്കളെയും ഒരേപോലെ കാണാൻ സാധിക്കുന്നുണ്ടോ? അതോ ചിലർക്ക് വലിയ പ്രത്യേക പരിഗണന അങ്ങനെ കൊടുക്കുകയാണോ? സമ്പത്ത് നോക്കി, പദവി നോക്കി, വീടിൻ്റെ വലിപ്പം നോക്കി, വാഹനത്തിൻ്റെ വലിപ്പം നോക്കി, എല്ലാം നിങ്ങൾ പദവികളെല്ലാം നോക്കി നിങ്ങൾ അവരോട് സംസാരിക്കുന്നവരാണോ? അവരെ അങ്ങനെ കാണുന്നവരാണോ? കർത്താവിന് അത് ഇഷ്ടമല്ല. ദൈവത്തിന് മഹത്വം. ഇവിടെ നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. നീ ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് നിനക്കറിയാമോ? രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ദാനമാണ് പരിശുദ്ധാത്മാവും. പക്ഷെ ഇവിടെ പറയുന്നത് രക്ഷയെക്കുറിച്ചും രക്ഷകനെക്കുറിച്ചുമാണ് ഈ വാക്യങ്ങളിൽ പറയുന്നത്. നീ ദൈവത്തിൻ്റെ ദാനം എന്താണെന്ന് നിനക്കറിയാമോ? അത് വില കൊടുത്ത് വാങ്ങാൻ പറ്റുകയില്ല. ഈ രക്ഷദാനമാണ്. അത് പണം കൊണ്ട് വാങ്ങാൻ പറ്റുകയില്ല. ഈ രക്ഷദാനമാണ്. ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുക്രിസ്തു അറക്കപ്പെട്ടത് മൂലം ദൈവം ഒരുക്കിയതായ രക്ഷ. അത് നാം കൈക്കൊണ്ടേ ഉൾക്കൊണ്ടേ പറ്റുകയുള്ളൂ. അത് നാം വിശ്വസിച്ചേ പറ്റുകയുള്ളൂ. തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം, എവിടെ? ക്രൂശിൽ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. ആ രക്ഷ നാം സ്വന്തമാക്കണം. രക്ഷകനെ നാം സ്വന്തമാക്കണം. നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും നിനക്കറിയാമോ? നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്ന് അറിയാമോ? ആ സ്ത്രീയോട് പറയുകയാണ്, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന അരോമകുമാരനാണെന്ന് നിനക്കറിയാമോ? അങ്ങനെ പറഞ്ഞില്ല സ്ത്രീയോട്. നമുക്ക് ചിന്തിക്കാമല്ലോ, പ്രവാചകന്മാർ ഒരു നോക്ക് കാണാൻ വേണ്ടി ആവലോടെ കാത്തിരുന്നവനാണ് എൻ്റെ മുമ്പാകെ നിൽക്കുന്നതെന്ന് അവൾ അറിഞ്ഞുവോ? ഇല്ല പ്രിയമുള്ളവർ, അവൾക്കറിയാൻ പറ്റിയില്ല. അവൾ ആദ്യം പറഞ്ഞില്ല, എന്നോട് സംസാരിക്കുന്നത് സകല പാപവും മോചിച്ച് സകല ബന്ധനങ്ങളും അഴിച്ചു മാറ്റി സകല സാത്താൻ്റെ കെട്ടുകളും പൊട്ടിച്ചു മാറ്റി ജീവപുസ്തകത്തിൽ പേരെഴുതി തരുവാൻ ശക്തിയുള്ള, സ്വർഗത്തിൻ്റെ അവകാശിയാക്കി മാറ്റാൻ ശക്തിയുള്ള ദൈവപുത്രനായ ക്രിസ്തുവാണ് എന്ന് ഇന്ന് പലരും തിരിച്ചറിയുന്നില്ല. ഓരോ സുവിശേഷത്തിനും വരും, വാസ്തവത്തിൽ കർത്താവ് ഇറങ്ങി വരുന്നത് പലരും അനുഭവിക്കുന്നില്ല. വചനമൊക്കെ അറിയാം, എൻ്റെ നാമത്തിൽ 2 or 3 പേർ കൂടി വന്നാൽ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞ വാക്കുകളും വാഗ്ദത്തങ്ങളെല്ലാം അറിയാം. പക്ഷെ വിശ്വസിക്കുന്നില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കൂ. വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം ഗൗരവം കൊടുക്കുന്നു നിങ്ങൾ ചിന്തിക്കൂ. പ്രാർത്ഥിക്കാൻ മുട്ടുമുടക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം ഭയഭക്തിയോടുകൂടി ഇരിക്കുന്നു നിങ്ങൾ ചിന്തിക്കൂ. അലക്ഷ്യമായിട്ടല്ലേ? ദൈവത്തെ പലരും അവഹേളിക്കുകയാണ്. നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്നറിയാമോ? നിങ്ങൾ ദൈവമക്കളുടെ മുഖത്തേക്ക് നോക്കുകയാണോ? നിങ്ങളോട് ദൈവവചനം പറയുന്നവരുടെ വിദ്യാഭ്യാസവും അവരുടെ ശ്രേഷ്ഠതയും അവരുടെ പദവിയും, ഇവൻ എന്ത് സ്വഭാവക്കാരനായിരുന്നു, ഇവൻ എത്രക്കാരനായിരുന്നു, ഇവൻ എന്താണ് ചെയ്യുന്നത്, ഇവൻ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, ഇങ്ങനെയുള്ള വിധികളായിട്ടിരിക്കുകയാണോ? ഭയക്കണം പ്രിയമുള്ളവരെ. അവരാരുമായിക്കൊള്ളട്ടെ, ദൈവം ബലഹീനമായതെല്ലാം തിരഞ്ഞെടുക്കും. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ വേണ്ടി ദൈവം കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതുമെല്ലാം കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വേലക്കാരെ തുച്ഛീകരിക്കരുത് പ്രിയമുള്ളവരെ. ആരുമായിക്കൊള്ളട്ടെ. പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ആരെക്കുറിച്ചാണ് പറയുന്നത്? അവരുടെ പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അവർ പണം സമ്പാദിക്കുന്നുണ്ടോ? അവർ പണപ്പിരിവ് നടത്തുന്നുണ്ടോ? ഏതെങ്കിലും സഭ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ? ഏതെങ്കിലും സമുദായം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ? എന്തെങ്കിലും സ്ഥാപിത ലക്ഷ്യം അവർക്കുണ്ടോ? ഇല്ലല്ലോ. അവൻ പറയുന്നവനെ കേൾക്കൂ.
നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞുവെങ്കിൽ. ദൈവത്തിന് മഹത്വം. ആ വാക്യം നമ്മൾ വായിക്കാം. നീ ദൈവത്തിൻ്റെ ദാനമെന്നും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ചോദിച്ചാലേ കിട്ടുകയുള്ളൂ പ്രിയമുള്ളവരെ. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ചോദിച്ചാൽ ആവശ്യക്കാർക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനെ കിട്ടുകയുള്ളൂ. ജീവനുള്ള വെള്ളം എത്ര മനോഹരമാണല്ലേ! ലിവിങ് വാട്ടർ, ദാഹം മാറ്റുന്ന, ഏതൊരു മനുഷ്യനും തൃപ്തി ലഭിക്കുന്നതായ, ആത്മീയ ദാഹം മാറ്റാൻ കഴിവുള്ളതായ ജീവനുള്ള വെള്ളം, ജീവജലം, അത് ഞാൻ നിനക്ക് തരാമെന്നാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിന് മഹത്വം. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. എത്ര മനോഹരമാണെന്ന് നോക്കൂ. ആ സ്ത്രീയോട് പറയുകയാണ്, അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരും. കർത്താവ് പറയുകയാണ്, ഞാൻ തരാമെന്ന്. അടുത്ത വാക്യം. സ്ത്രീ അവനോട്, യജമാനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണറ് ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? ദൈവത്തിന് മഹത്വം. സ്ത്രീ അവനോട് പറയുകയാണ്, യജമാനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ. സ്ത്രീ പറയുന്നത് മുഴുവനും ശരീരത്തിൻ്റെ ദാഹം മാറ്റുന്ന വെള്ളത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ കർത്താവ് പറയുന്നത് ആത്മാവിൻ്റെ ദാഹം മാറ്റുന്ന ജീവജലത്തെക്കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, അവളിലേക്ക് അത് കൊണ്ടുവരും, അവൾക്കത് മനസ്സിലാക്കി കൊടുക്കും കർത്താവ്. ദൈവത്തിന് മഹത്വം. നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ എന്ന് ചോദിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. ആദ്യ യഹൂദൻ എന്ന് വിളിച്ച സ്ത്രീ ഇപ്പോൾ യജമാനെ എന്നാണ് വിളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. യജമാനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ എന്ന്. യാക്കോബിനേക്കാൾ വലിയവനാണോ? ഞങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വലിയവനാണോ നീ? നിങ്ങൾക്ക് പാത്രമില്ലാതെ നീ കോരി തരാൻ വന്നിരിക്കുകയാണോ? വായിക്കാം, അടുത്ത വാക്യം. അവനാകുന്നു ഈ കിണറ് ഞങ്ങൾക്ക് തന്നത്, അവനും അവൻ്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. ആ യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ, പിതാക്കന്മാരുടെ പാരമ്പര്യത്തെക്കുറിച്ചും ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവൾക്ക് 100 നാവുണ്ട്. അവൾ വാചാലയാവുകയാണ്. 13-ാം വാക്യം. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങിവരുന്ന നീരുറവായി തീരും എന്നുത്തരം പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ ദൈവസാന്നിധ്യത്തിനായുള്ള ദാഹം മാറ്റാൻ യേശുവിന് മാത്രമേ പറ്റുകയുള്ളൂ. യേശു നൽകുന്നതായ പിതാവിൻ്റെ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ് വന്നാൽ മാത്രമേ മനുഷ്യൻ്റെ ദാഹം മാറിയുള്ളൂ. നിങ്ങൾ എത്രമാത്രം നേർച്ച കാഴ്ചകൾ നടത്തിയാലും, തീർത്ഥയാത്രകൾ നടത്തിയാലും, ഏതെങ്കിലും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചാലും, എത്രയെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാം ആയിട്ട് ഏതെല്ലാം ദേവാലയത്തിൽ കയറിയിറങ്ങിയാലും നിങ്ങൾ തൃപ്തരാകുകയില്ല. നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരികയില്ല. നിങ്ങളുടെ നേർച്ച കാഴ്ചകൾക്കൊന്നും നിങ്ങളെ സ്വർഗത്തിലെത്തിക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ നീതിപ്രവൃത്തികളെല്ലാം കറപുരണ്ട തുണി പോലെയാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ, സഹോദര, ദൈവത്തിന് മഹത്വം. നിന്റെ ദാഹം മാറണമെങ്കിൽ ദൈവത്തിന് മഹത്വം, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കണം. കർത്താവ് പറയുകയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിരിക്കും. പരിശുദ്ധാത്മാവാകുന്ന ജീവജലം സ്വന്തമാക്കിയാൽ നിത്യജീവനിലേക്ക് നമ്മൾ എത്തിക്കും. ഈ ലോകസുഖങ്ങളുടെ പിന്നാലെ പോകാൻ തോന്നുകയില്ല. ജഡമോഹങ്ങളുടെ പിന്നാലെ പോകാൻ തോന്നുകയില്ല. അറപ്പ് വരും പ്രിയമുള്ളവരെ. ഒരു കാലത്ത് കണ്ണിന് ഇമ്പകരമായി കണ്ട് രസിച്ചിരുന്ന യുവാക്കന്മാർ ഇപ്പോൾ അങ്ങോട്ട് നോക്കാൻ അറപ്പാണ് അവർക്ക്. ഒരു കാലത്ത് ലോകത്തിൻ്റെ പിന്നാലെ ഒരു പേപ്പട്ടിയെ പോലെ ഓടി നടന്ന് ജഡീക ഉല്ലാസങ്ങളുടെയും ജഡീക മോഹങ്ങളുടെയും പിന്നാലെ നടന്നവർ ഇന്ന് നിങ്ങൾ നോക്കൂ, വേദപുസ്തകം എടുത്തുകൊണ്ട് ഹാലേലൂയ സ്തുതിയും പാടിക്കൊണ്ട് യേശുവിനെ പ്രഘോഷിച്ച് നടക്കുന്ന കാഴ്ച ഈ കൂട്ടായ്മയിൽ വന്നാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അനേകരുണ്ട് യേശുവിനെ അനുഭവിക്കുന്നവർ. ദൈവത്തിന് മഹത്വം. നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായിട്ട് മാറുന്നതായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. 15-ാം വാക്യം. സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമെന്ന് പറഞ്ഞു. നോക്കൂ, അവളെ ആവശ്യക്കാരിയായിട്ട് കർത്താവ് മാറ്റി. അവൾ ഇത്രയും കാലം യാക്കോബിലെ കിണറ്റിലെ വെള്ളം കൊണ്ട് തൃപ്തിപ്പെട്ടവളായിരുന്നുവെങ്കിൽ, പിതാക്കന്മാരുടെ പാരമ്പര്യവും ആചാര അനുഷ്ഠാനങ്ങളും കൊണ്ട് തൃപ്തിപ്പെട്ടവളായിരുന്നുവെങ്കിൽ, ഇപ്പോൾ രക്ഷകനായ യേശു ക്രിസ്തു രക്ഷകനിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. രക്ഷകൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് കൊണ്ടുവരികയാണ്. ജീവനുള്ള വെള്ളം അവൾക്ക് ചോദിക്കുവാൻ തക്കകൊണ്ടൊരു ദാഹം ജനിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി മനസ്സിലായോ പ്രിയമുള്ളവരെ? ഈ ലോകത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരുന്നവർ യേശുവിൻ്റെ പിന്നാലെ ഓടുവാൻ ശക്തിമാറാക്കുന്നത് യേശുവിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാകുന്ന ശക്തിയാണ്. പരിശുദ്ധാത്മാവിന് വ്യാപാരമുള്ളിടത്ത് വരൂ.
നിങ്ങൾ കൊണ്ടുവരൂ, അനേകരെ കൂട്ടിക്കൊണ്ടുവരൂ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ കൊണ്ടുവരൂ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ കൊണ്ടുവരൂ, നിങ്ങളുടെ മക്കളെ കൊണ്ടുവരൂ, നിങ്ങളുടെ ബന്ധുക്കളെ കൊണ്ടുവരൂ. ഞങ്ങളല്ല മാറ്റുന്നത്, എന്നാൽ ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ഒരു യേശുവുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ജനം മാനസാന്തരപ്പെടും. മദ്യക്കുപ്പികളെല്ലാം തെറിക്കും. ജീവിത പങ്കാളിയുടെ കാല് കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കാൻ തയ്യാറാകും. മക്കൾ അമ്മയപ്പന്മാരോടും അമ്മയപ്പന്മാർ മക്കളോട് ക്ഷമ ചോദിക്കും. ഇതൊന്നും അന്യപ്പെട്ട് പോയിട്ടില്ല പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബത്തിൽ വന്നാൽ, നമ്മുടെ കൂട്ടായ്മയിൽ ശക്തിയോടെ വ്യാപരിച്ചാൽ, നമ്മുടെ ദേവാലയത്തിൽ വന്നാൽ ഇതെല്ലാം കാണാൻ പറ്റും. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളിലേക്ക് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം നമ്മുടെ വിശ്വാസത്തിന് നല്ലതാണെങ്കിൽ പോലും അത് ഇപ്പോഴും അനുഭവമാക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി ഇപ്പോഴും അനുഭവമാക്കണം. അന്നൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു എന്നല്ല പറയേണ്ടത്, ഇന്നും ഉണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഇന്നും പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ട്. എട്ടും പൊട്ടും തിരിയാത്ത വ്യക്തികളായിരിക്കാം, ദരിദ്രരായിരിക്കാം. സമ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ദാരിദ്ര്യം, എല്ലാം കൊണ്ടും ദാരിദ്ര്യമുള്ളവരായിരിക്കാം, വിദ്യാഭ്യാസമില്ലാത്തവരായിരിക്കാം, കഴിവില്ലാത്തവരായിരിക്കാം, സമൂഹത്തിലൊരു വിലയില്ലാത്തവരായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അവൻ ദൈവത്തിന് മുമ്പാകെ വിലയേറിയവനാണ്. അവനെ എടുത്തുപയോഗിക്കും. ദൈവത്തിന് മഹത്വം. ഈ ലോകത്ത് അങ്ങോളം ഇങ്ങോളം ഓടിക്കും. അവൻ യേശുവിനെ സാക്ഷിയാകും. അവൻ ദൈവത്തിന് വചനം പറഞ്ഞ് അനേകർ മാനസാന്തരത്തിലേക്ക് വരും. അവൾക്ക് ദാഹം കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ അവനോട്, യജമാൻ, എനിക്ക് ദാഹിക്കാതെ ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് അവൾ വെള്ളം എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഇനിയാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ദൈവത്തിന് മഹത്വം. അവൾ ചോദിച്ചത് എന്താണ്? ഇത്രയും കാലം യാക്കോബിൻ്റെ വെള്ളമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവൾ ചോദിക്കുന്നത് ജീവനുള്ള വെള്ളമാണ്. അത് തൃത്വത്തിൽ ഒരുവനായി പരിശുദ്ധാത്മാവിനെയാണ് ചോദിക്കുന്നത്. കാര്യം സീരിയസ് ആയി. ദൈവത്തിന് മഹത്വം. അവൾ ചോദിക്കുന്നത് ജീവനുള്ള വെള്ളം. എനിക്ക് ദാഹം മാറണം, അതുകൊണ്ട് ആ ജീവനുള്ള വെള്ളം തരാൻ പറഞ്ഞു. അപ്പോൾ കർത്താവ് കാര്യത്തിലേക്ക് എടുക്കുകയാണ്. ഈ വെള്ളം കിട്ടണമെങ്കിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അർഹത വേണം. എന്താണ് അർഹത? ഇത്ര സ്വത്തുള്ള വ്യക്തിയാണ്, ഇത്ര ഇന്ന യോഗ്യതകളുള്ള വ്യക്തിയാണ്, അതാണ് അർഹത? അല്ല പ്രിയമുള്ളവരെ. എന്താണ് കർത്താവായ യേശു ക്രിസ്തു അവളോട് പറഞ്ഞത്? 16-ാം വാക്യം. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം. അവളോട് കർത്താവ് പറഞ്ഞു ഒരേ ഒരു കാര്യം, നീ പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വാ. ഞാൻ ജീവനുള്ള വെള്ളം തരാം, പക്ഷെ നീ ആദ്യം പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. അതെന്തിനാ ഈ വിഷയം ഇപ്പോൾ സംസാരിച്ച കർത്താവ്? നിന്റെ അടുക്കൽ വന്നിരിക്കുന്നവൻ ആരാണെന്ന് നീ അറിഞ്ഞാൽ അവനോട് ചോദിച്ചാൽ ജീവനുള്ള വെള്ളം അവൻ തരും. അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഈ സ്ത്രീക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ദാഹവും എല്ലാം വന്നത്. അവസാനം ആ ജീവനുള്ള വെള്ളം ചോദിച്ചപ്പോൾ പറയുകയാണ് വേറെ വിഷയം, നിന്റെ ഭർത്താവിനെ കൊണ്ടുപോവാ. ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. നീ ഭർത്താവില്ല എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. 6 പുരുഷന്മാരുമായിട്ട് അവിഹിത ബന്ധം പുലർത്തിയവളാണ് ഇപ്പോൾ ജീവനുള്ള വെള്ളം ചോദിക്കുന്നത്. കിട്ടുമോ പ്രിയമുള്ളവരെ? എന്നാൽ ഇവളോട് സംസാരിക്കുന്നത് ആരാണ്? രക്ഷകനാണ്. ഇവളുടെ സകല പാപങ്ങളും മോചിച്ചു കൊടുക്കാൻ ശക്തിയുള്ളവനാണ്. 6 പുരുഷന്മാരുമായിട്ട് അവിഹിത ബന്ധം പുലർത്തുന്നതായ ആ മ്ലേച്ഛകരമായ സ്വഭാവം യേശു എടുത്ത് പുറത്തേക്കിടുകയാണ്. ഉള്ളിലെ മ്ലേച്ഛത മാറാതെ, അശുദ്ധി മാറാതെ, വ്യഭിചാര മോഹം മാറാതെ, ദുർലാഭമോഹങ്ങളുടെ പിന്നാലെ പോകുന്ന വ്യക്തിയാണോ അത് മാറാതെ, ദ്രവ്യാഗ്രഹം മാറാതെ, ലോകത്തോടുള്ള സ്നേഹം മാറാതെ, ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കാതെ, സഹോദര സഹോദരി, പരിശുദ്ധാത്മാവിനെ കിട്ടുകയില്ല, ജീവനുള്ള വെള്ളം കിട്ടുകയില്ല. ആദ്യ യഹൂദനെന്നും പിന്നെ യജമാനെന്നും ഇപ്പോൾ അവൾ പറയുന്നത് നീ പ്രവാചകന്മാരിലൊരുത്തനെന്നാണ് പറയുന്നത്. നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവൾക്ക് ജീവജലം കിട്ടിയോ? അല്പം കഴിഞ്ഞപ്പോൾ കാണാം യേശു മശിഹായാണെന്ന് പറഞ്ഞുകൊണ്ട് ശമരിയ പട്ടണം മുഴുവനും ഓടി നടക്കുന്നുണ്ട്. അതിലൂടെ വ്യക്തമാക്കാം അവൾക്ക് ജീവജലം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത്. ദൈവത്തിന് മഹത്വം. ഈ രക്ഷകനെ സ്വന്തമാക്കിയാൽ പരിശുദ്ധാത്മാവെന്ന ജീവനുള്ള വെള്ളം കിട്ടും. പ്രിയമുള്ളവരെ, ആർക്കാണ് ദാഹിക്കുന്നത്? ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ആർക്കാണ് ഈ ജീവനുള്ള വെള്ളം വേണ്ടത്? ദൈവത്തിന് മഹത്വം. തീണ്ടലില്ലാത്തവൻ, ദൈവത്തിന് മഹത്വം. താഴ്ന്ന ജാതിയാണോ എന്ന് നോക്കാത്തവൻ, ഏതോ സ്വഭാവക്കാരനാണെന്ന് നോക്കാത്തവൻ ഇപ്പോൾ പറയുകയാണ്, നിന്റെ പാപം ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവിനെ തരാമെന്ന്.
പാപമോചനം പ്രാപിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന്, മാനസാന്തരപ്പെട്ടാൽ പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന്, വിശ്വാസത്തോടെ വന്നാൽ പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ തലകളെ വണക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, 6 പുരുഷന്മാരുമായിട്ട് അവിഹിത ബന്ധം പുലർത്തിയ സ്ത്രീക്ക് പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാൻ പറ്റിയെങ്കിൽ, യേശുവാണ് മശിഹായാണെന്ന് പറഞ്ഞ് ശമരിയ പട്ടണം മുഴുവനും ഓടിയപ്പോൾ ശമരിയ പട്ടണം മുഴുവനും ഇളകി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ഇടവന്ന കാര്യം അവിടെ വായിക്കുന്നുണ്ട്. കർത്താവേ, അങ്ങനെ സംഭവിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നുകൂടാ? കർത്താവേ, അവളെക്കാൾ മ്ലേച്ഛതയുള്ളവരാണ് ഞങ്ങളെന്ന് ഞങ്ങൾ സമ്മതിക്കട്ടെ. അതേ കർത്താവേ, പാപത്തിൻ്റെയും ലോകത്തിൻ്റെയും അശുദ്ധിയുടെയും ലോകസ്നേഹങ്ങളുടെ എല്ലാം പിന്നാലെ നടന്നവരാണ് ഞങ്ങൾ. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ദാഹത്തോടെ ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് വരികയാണ്. കർത്താവ്, ഇനിയും ഞങ്ങൾ കാത്തിരുന്നു കൊള്ളാം. ഇന്ന് വചനം കേട്ടതിന് ശേഷം ഞങ്ങൾ കാത്തിരുന്നു കൊള്ളാം. എൻ്റെ യേശുവേ, നിൻ്റെ വിലയേറിയ രക്തം, സകല പാപവും മോചിച്ചേർന്നായ തിരരക്തം കൊണ്ട് ഇപ്പോൾ ഞങ്ങളെ ഒന്ന് കഴുകാമോ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ അറിയുന്നു പാപമോചനം പ്രാപിക്കാതെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരികയില്ല എന്ന്. പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമേറ്റ് മാനസാന്തരം കിട്ടിയവരാണ്. എന്നാൽ അതിനുശേഷം അനേക പാപങ്ങൾ ചെയ്തതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചവരാണ്. എന്നാൽ കർത്താവേ, നിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് ഇപ്പോൾ ഞങ്ങളെ ഒന്ന് കഴുകണമേ. കർത്താവേ, ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന് തടസ്സമായിട്ടുള്ള എല്ലാ പാപങ്ങളും ശാപങ്ങളും ബന്ധനങ്ങളും നീങ്ങിപ്പോകട്ടെ. എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. സമാധാനം ഞങ്ങളുടെ ഉള്ളത്തിൽ വരുവാൻ തക്കവണ്ണം നീ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. നിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഞങ്ങൾക്ക് വേണ്ടി മരിച്ച യേശുവേ, ഇന്നു മുതൽ ഞങ്ങൾ നിനക്കായിട്ട് ജീവിച്ചോളാം. കർത്താവേ, നിൻ്റെ ആത്മമാരി ഞങ്ങളുടെ മേൽ ചൊരിയണമേ. സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ ഉത്തരം തരുമാറാകണമേ. ആമേൻ.